ഈ മുതലെടുപ്പുകാരെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ആരോടും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ചുറ്റുമുള്ള സംഗതിയാണത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരെപ്പറ്റി നന്നായി അറിയുകയും ചെയ്യാം. ഏത് രംഗത്തും ഈ മുതലെടുപ്പുകാർ ഉണ്ടെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് രാഷ്ട്രീയ രംഗത്താണെന്ന് 100% വ്യക്തമാണ്. അവിചാരിതമായി വീണുകിട്ടുന്ന അവസരങ്ങളെയൊക്കെ ഇപ്പോഴത്തെയോ അല്ലെങ്കിൽ വരാനിരിക്കുന്നതോ ആയ തിരഞ്ഞെടുപ്പുകളിൽ വോട്ടുകളാക്കി മാറ്റുക എന്നുള്ളതാണ് രാഷ്ട്രീയ രംഗത്ത് മുതലെടുപ്പുമായി നിൽക്കുന്നവരുടെ പ്രധാന ലക്ഷ്യം. പ്രത്യേകിച്ചും ഇപ്പോൾ മതം പറഞ്ഞുള്ള വോട്ടുപിടുത്തം ഇത്തിരി കൂടിയ സമയം കൂടിയാണ്. അവരവരുടെ മതത്തിൻ്റെ വിശ്വാസികളോട് തങ്ങളുടെ മതത്തിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാണെന്നും ഇനിയും നമ്മൾ ഉറങ്ങിയിരിക്കാതെ ഉണരണം എന്നും ഉദ്ബോധിപ്പിക്കുകയാണ് ഇപ്പോൾ പല മുതലെടുപ്പുകാരുടെയും സ്വാഭാവിക രീതി. മറ്റു കാര്യങ്ങളെ ഒഴിവാക്കി മതത്തെ മാത്രം കൂട്ടുപിടിച്ചാൽ അതുവഴി ഈ മുതലെടുപ്പ് കൂടുതൽ ഊർജിതമാക്കി നടത്താമെന്ന് നേരത്തെയുള്ള പലരും വിജയകരമായി തെളിയിച്ചിട്ടുമുണ്ട്. അതിനെ പിൻപറ്റിയാണ് എന്ന് തോന്നുന്നു ഇപ്പോൾ അത്തരത്തിലുള്ള മുതലെടുപ്പുകൾ കുറച്ച് ഓവറായിട്ടുണ്ട്. എന്തിനും ഏതിനും മതം കണ്ടെത്തുകയും പ്രശ്നങ്ങളെ മതവുമായി കൂട്ടിച്ചേർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ രീതി. വീട്ടാവശ്യങ്ങൾക്കായി ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കടയിലേക്ക് പോകുന്ന വ്യക്തി മറ്റൊരു മതത്തിൽപ്പെട്ടയാളിൻ്റെ കടയെ ഒഴിവാക്കുന്ന രീതികളൊക്കെ ഇപ്പോൾ സാർവത്രികമായി കഴിഞ്ഞു. കാരണം അത്രത്തോളം മതം എന്ന സംഗതി സാധാരണക്കാരെ സ്വാധീനിച്ചു കഴിഞ്ഞു എന്ന് പറയാം. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ അടുത്ത് ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഈ അടുത്ത് തന്നെ തിരുപ്പതി മഹാക്ഷേത്രം കേന്ദ്രമാക്കി ഉയർന്നു വന്ന വിവാദം ഉദാഹരണമായി എടുക്കാം. ലോകപ്രശസ്തവും സനാതന വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രവുമായ തിരുപ്പതിയിലെ ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിലെ പ്രസാദമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നെയ്യിൽ മൃഗക്കൊഴുപ്പ് കലർത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു. അത്ര ചെറിയ ഒരു വാർത്തയായിരുന്നില്ല അത്. ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പ്രാധാന്യം രാജ്യത്ത് കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മതവിഭാഗം വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു ക്ഷേത്രത്തിൽ ഉപയോഗിച്ച നെയ്യിൽ മൃഗക്കൊഴുപ്പ് കലർന്നിട്ടുണ്ടെന്ന വിവാദം ഏറെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. ഈ ആരോപണം ഉന്നയിച്ച് ആദ്യം രംഗത്തെത്തിയത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ്. എന്നാൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ ആരോപണം പച്ചക്കള്ളമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് YSR കോൺഗ്രസും രംഗത്തെത്തിക്കഴിഞ്ഞു. തെലങ്കാനയിലെയും ആന്ധ്രയിലെയും ജനങ്ങൾ, അല്ല ദക്ഷിണ കേരളത്തിലെ മുഴുവൻ ഹിന്ദുമത വിശ്വാസികളും വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചത് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ആണെന്നാണ് YSR കോൺഗ്രസ് പറയുന്നത്. തങ്ങൾ ആന്ധ്രയിൽ ഭരണത്തിലിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള യാതൊരുവിധ സംഭവങ്ങളും നടന്നിട്ടില്ലെന്നും ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ഒരു വിഷയമാണെന്നുമാണ് അവരുടെ വാദം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു സംഭവം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. കാരണം ഭക്തിയുടെ കാര്യത്തിലുണ്ടാകുന്ന ഓരോ വിവാദങ്ങളും ദേശീയ തലത്തിൽ വരെ വളരെ ചൂടേറിയ വിഷയങ്ങളായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മതത്തിൻ്റെ പേരിലുള്ള മുതലെടുപ്പുകൾ രാഷ്ട്രീയ രംഗത്ത് വർദ്ധിക്കുന്ന കാലമാണ് ഇതെന്ന്. തിരുപ്പതി ക്ഷേത്രത്തെ സംബന്ധിച്ച് ഉയർന്നു വന്ന ഈ വിവാദത്തെ മുൻനിർത്തി രാജ്യത്തിൻ്റെ മറ്റു സംസ്ഥാനങ്ങളിലും ചില മുതലെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വാഭാവികമായും അങ്ങനെയായിരിക്കും കാര്യങ്ങളെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും സംഭവം നടന്നിരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ തന്നെയാണ്. കേട്ടറിഞ്ഞത് വച്ച് തിരുപ്പതി ക്ഷേത്രത്തിനെതിരെ ഉണ്ടായിരിക്കുന്ന വിവാദത്തെക്കാളും ഭീകരമാണ് തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്ന ഈ സംഭവം. അതായത് ഒരു സംവിധായകൻ, പുള്ളിക്കാരൻ്റെ പേര് മോഹൻജി, BJPക്കാരുടെ രീതി അനുസരിച്ച് പേരിന് ശേഷം ഒരു ജി ചേർത്ത് വിളിക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ ഈ ജി രീതിയോട് തമിഴ്നാട്ടുകാർക്കും കേരളക്കാർക്കും ഒട്ടും താല്പര്യമില്ല. ജി ചേർത്ത് ആരെങ്കിലും വിളിച്ചാൽ അവർ വിളി കേൾക്കാനും പോകുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഈ മോഹൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ സ്വന്തം പേരിനോട് ഇനിഷ്യലായി ജി എന്നുകൂടി ചേർത്തത് എന്ന് തോന്നുന്നു. തിരുപ്പതി ക്ഷേത്രത്തിൽ മൃഗക്കൊഴുപ്പ് കലർന്ന നെയ്യ് ഉപയോഗിച്ചു എന്ന് ആന്ധ്ര മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡു ആരോപിച്ച സംഭവം വലിയ രീതിയിൽ വാർത്തയായതോടെ ഈ പറയുന്ന മോഹൻജിക്കും ഒരു മോഹമുദിച്ചു. രാജ്യം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറണം. സിനിമാ സംവിധായകനാണ്, 1-2 പടങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ആരും അറിയണമെന്നില്ല. അങ്ങനെ ജനങ്ങളെ തൻ്റെ സാമീപ്യം അറിയിക്കാൻ കണ്ടുപിടിച്ച ഒരു കുറുക്കു വഴിയാണെന്ന് തോന്നുന്നു പുള്ളിക്കാരനെ ഇപ്പോൾ കുടുക്കിട്ട് നിർത്തിയിരിക്കുന്നത്. എന്തായാലും ചില്ലറ പണിയല്ല കാണിച്ചിരിക്കുന്നത്.
ഒരു ഉറപ്പുമില്ലാത്ത ഒരു സംഭവം, അതും വർഗീയ കലാപം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഗതി, വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന പോലെ വിളിച്ചു പറയുകയായിരുന്നു പുള്ളിക്കാരൻ. ഉറപ്പില്ലെങ്കിൽ പണയാൻ പോകരുത്. പക്ഷേ അത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം മതത്തെ കൂട്ടുപിടിച്ച് വർഗീയ കലാപമുണ്ടാക്കി അത് നോക്കി രസിക്കുക എന്നുള്ളത് ചിലരുടെ മനോഭാവമാണ്. ആ മനോഭാവം സ്വപ്നം കാണുന്ന വ്യക്തിയാണ് ഈ പറയുന്ന മോഹൻജിയും എന്ന് തോന്നുന്നു. സംഗതി ഇതാണ്. പുരുഷന്മാരിൽ ഷണ്ടത്വം അല്ലെങ്കിൽ ലൈംഗികമായ ബലഹീനതകൾ ഉണ്ടാക്കുന്ന മരുന്ന് പഴനി ക്ഷേത്രത്തിലെ പഞ്ചാമൃതത്തിൽ കലർത്തിയെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. തിരുപ്പതി ലഡു തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന നെയ്യിൽ മൃഗക്കൊഴുപ്പുണ്ടെന്ന വിവാദത്തെക്കുറിച്ച് സംസാരിക്കവെയാണ് മോഹൻജി ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം പറഞ്ഞത്. പറഞ്ഞതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഒന്നുമില്ല, അങ്ങ് വെറുതെ പറയുകയായിരുന്നു. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞത് തമിഴ്നാട്ടിൽ വച്ചായിപ്പോയി. പൊക്കി. ജാമ്യമില്ലാ വകുപ്പും ചുമത്തി ഇപ്പോൾ അകത്ത് കിടപ്പുണ്ട്. ഈ പുള്ളിക്കാരൻ നേരത്തെ ദ്രൗപദി, രുദ്രതാണ്ഡവം, ബഗാസുരൻ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട്. എന്തായാലും ജിയെ ചൊവ്വാഴ്ച ട്രിച്ചി പോലീസ് പൊക്കി. ട്രിച്ചി പോലീസിൻ്റെ സൈബർ ക്രൈം വിഭാഗമാണ് പുള്ളിയെ അറസ്റ്റ് ചെയ്തത്. അഭിമുഖത്തിനിടെ തിരുപ്പതി ലഡു വിവാദത്തെക്കുറിച്ച് സംസാരിക്കവെയാണ് പുള്ളിയുടെ വായിൽ നിന്ന് തേൻകണങ്ങൾ ഉതിർന്നു വീണത്. തിരുപ്പതിയിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് മോഹൻജി പറഞ്ഞത്. പുരുഷന്മാരെ ലൈംഗിക ബലഹീനതയിലേക്ക് നയിക്കുന്ന മരുന്ന് പഞ്ചാമൃതത്തിൽ കലർത്തിയെന്ന് ഞാൻ കേട്ടു. എന്നാൽ ആ വാർത്ത മറച്ചുവച്ചു. പഞ്ചാമൃതം നശിപ്പിച്ചു. തെളിവില്ലാതെ സംസാരിക്കരുത്. പക്ഷേ കൃത്യമായ വിശദീകരണം നൽകിയില്ല. അവിടെ ജോലി ചെയ്യുന്നവർ എന്നോട് പറഞ്ഞു, ഗർഭനിരോധന ഗുളികകൾ, അത് ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണമാണ്. മോഹൻജിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അതായത് പുള്ളി പറയുന്നുണ്ട് തെളിവില്ലാതെ സംസാരിക്കരുത് എന്ന്. അവിടെ ജോലി ചെയ്യുന്നവർ എന്നോട് ഇക്കാര്യം പറഞ്ഞതായും പുള്ളി പറയുന്നുണ്ട്. ഈ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ഇക്കാര്യമൊക്കെ പുള്ളി പോലീസിനോട് പറഞ്ഞു കാണുമോ? പറഞ്ഞെങ്കിൽ തമിഴ്നാട് പോലീസല്ലേ, തേപ്പും കിട്ടിക്കാണും. എന്തായാലും നമ്മുടെ ജി ഇത്തരത്തിലുള്ള ഒരു വ്യാജ വാർത്ത പറഞ്ഞതുകൊണ്ട് ഒരു ഉപയോഗമുണ്ടായി. പഴനി ക്ഷേത്രത്തിലെ പഞ്ചാമൃതം സംബന്ധിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് തമിഴ്നാട് ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ് മന്ത്രി ശേഖർ ബാബു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് നിൻ്റെയൊന്നും വർഗീയ പരിപാടി ഇവിടെ വേണ്ട, ജാമ്യമില്ലാതെ അകത്ത് കിടക്കുമെന്ന്. പ്രത്യേകിച്ചും മനസ്സിലാക്കാനുള്ളത് അത് തമിഴ്നാടാണ്. അവിടെ ഈ ജിയെ പോലുള്ളവരുടെ നുണപ്രചരണങ്ങളും കാര്യങ്ങളും ഒന്നും നടക്കില്ല. ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് ഒരു ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിലിരുന്ന് വിളിച്ചു പറഞ്ഞ കെ സുരേന്ദ്രൻ അന്ന് അത് ചെയ്തത് തമിഴ്നാട്ടിൽ വച്ചായിരുന്നു എങ്കിൽ ഉറപ്പായും അകത്ത് കിടന്നേനെ. എന്തായാലും സുരേന്ദ്രൻ്റെ ഭാഗ്യം, നമ്മുടെ മോഹൻജിയുടെ നിർഭാഗ്യം. അതേസമയം ഇത്രയും നുണ പറഞ്ഞ് ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച മോഹൻജിയുടെ അറസ്റ്റ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് BJP നേതാവ് അശ്വത്ഥമാൻ ആരോപിച്ചിട്ടുണ്ട്. അറസ്റ്റിൻ്റെ കാരണം സംവിധായകൻ്റെ കുടുംബത്തെ അറിയിച്ചിട്ടില്ലെന്നാണ് പുള്ളി പറയുന്നത്. എന്താണ് കാരണം, എന്താണ് കേസ് എന്നതിനെക്കുറിച്ച് കുടുംബത്തിന് ഔദ്യോഗിക വിവരങ്ങളൊന്നും നൽകിയിട്ടില്ല. ഇത് സുപ്രീം കോടതി ഉത്തരവിന് എതിരാണെന്നാണ് അശ്വത്ഥമാൻ അല്ലിമുത്ത് പറയുന്നത്. സുപ്രീം കോടതി എന്നൊക്കെ പറയാൻ പുള്ളിക്കാരൻ പഠിച്ചു. പക്ഷേ എന്തൊക്കെ പഠിച്ചിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. കാരണം തമിഴ്നാടാണ്. അവിടെ ഇരുന്നു കൊണ്ട് ഈ വക ചെറ്റ പരിപാടിയൊക്കെ കാണിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണമായിരുന്നു. ഇനി പഴം എന്ന് കേട്ടാൽ തന്നെ മോഹൻജി ഞെട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്.